ഹായ് വെൽക്കം ടു ഫസ്റ്റ് ബൈറ്റ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മേത്തി പറാത്തയാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി മേത്തി പറാത്ത. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മേത്തി ലീവ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉലുവച്ചീര എന്ന് പറയും. പിന്നെ കസൂരി മേത്തി, ഇത് ഉണക്കി പൊടിച്ചതാണ് കസൂരി മേത്തി ആയിട്ട് നമുക്ക് പാക്കറ്റ്സിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു 3 പിടി ഉലുവച്ചീരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പൊട്ടറ്റോസ് വേണം. ഒരു 3 വലിയ പൊട്ടറ്റോ, 2 എണ്ണം ചെറുതാണ്, 3 എണ്ണം പുഴുങ്ങി നന്നായി പൊടിക്കുക. പിന്നെ 3 വലിയ ഉള്ളി നന്നായി പൊടിയായി അരിയുക. പിന്നെ 3 പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ കറി ലീവ്സ് ഒരു ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ 2 തക്കാളിയാണ്. അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോസൊക്കെ പുഴുങ്ങി നന്നായി ഉടച്ച് വെച്ചതാണിത്. പിന്നെ മേത്തി ലീവ്സ് നമ്മൾ എടുക്കുന്നത് 3 പിടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ മുരിങ്ങയിലൊക്കെ പോലെ തന്നെ നമ്മൾ കൈകൊണ്ട് തൊടാനോ അരിയാനോ ഒന്നും, കത്തി കൊണ്ട് അരിയാനൊന്നും പാടില്ല, കൈകൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ കയ്പ്പ് കൂടും എന്നാണ് പറയാറ്. പിന്നെ അതിൻ്റെ വലിയ തണ്ടൊന്നും എടുക്കണ്ട, ഇതുപോലെയുള്ള ചെറിയ തണ്ടൊന്നും എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചു. പാനിൽ ഞാനിവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കോൺ ഓയിൽ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അതല്ല, ജീരകം യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ചിലർ ചെറിയ ജീരകം പൊട്ടിച്ച്, കടുക് പൊട്ടിക്കുന്ന മാതിരി പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം ഞാനിവിടെ കുറച്ച് കടുകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി, നമ്മൾ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വാടി വരാൻ ചിലർ ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞത്, അത് രണ്ടും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇതുപോലെ നല്ല എരിവുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ഇതിലേക്ക് മുളകും പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുളകും പൊടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു, അപ്പോൾ മുളകും പൊടി ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി വേവണം. കാരണം ഇതിൽ നിന്നുള്ള പുളിയൊക്കെ ഇറങ്ങി നമ്മുടെ മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മേത്തി ലീവ്സിൻ്റെ കയ്പ്പൊക്കെ കുറഞ്ഞു പോകുന്നത് ഈ തക്കാളിയുടെ പുളി കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല തക്കാളി ഉപയോഗിക്കുകയും വേണം, നന്നായി വേവുകയും വേണം. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ കസൂരി മേത്തി എന്നൊക്കെ പറഞ്ഞ പാക്കറ്റ്സിൽ കിട്ടുന്നത് ഈ ഒരു ലീവ്സ് ഉണക്കിയതാണ്. ഉലുവച്ചീര എന്ന് പറയുന്നത് ഇതിനൊരു എല്ലാവർക്കും അറിയാം. ഒരുവിധ ഹോട്ടൽ ഫുഡ്സിലൊക്കെ
കറികളിലും ഒക്കെ ചേർക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്കൊരു ഉലുവയുടെ ഒരു ടേസ്റ്റ് വരുന്ന എല്ലാ കറികളിലും, ഒട്ടുമിക്ക കറികളിലും ഈ ഒരു ഇല കാണാൻ പറ്റും. ഇനി ഈ തക്കാളിയുടെ പുളിയൊക്കെ ഈ ഇലയിലേക്ക് നന്നായി ഇറങ്ങി ഇല നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാം. ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനും കൂടിയാണ്. കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പിട്ടിട്ടില്ല എന്ന്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി പൊട്ടറ്റോ ഇതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. പൊട്ടറ്റോയിലും നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഉപ്പൊക്കെ പൊട്ടറ്റോയിൽ പിടിക്കുന്ന വരെ, പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അതിനിവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കുഴച്ചതിന് ശേഷം ഒലീവ് ഓയിൽ ചേർക്കുന്നവരുണ്ടാവും. ഞാനും സാധാരണ അങ്ങനെ ചേർക്കാറുണ്ട്. അപ്പം അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ പൊടി കുഴക്കുന്നത് അതിലങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരുത്തണ്ട. നോർമലി പൊടി കുഴക്കുന്ന പോലെ കുഴക്കുക. പിന്നെ കുഴക്കുന്നതിന് മുമ്പേ ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റാം. നമുക്ക് ഒരു പറാത്ത ഉണ്ടാക്കാൻ 2 ചപ്പാത്തിയാണ് ആവശ്യം. അതായത് 2 ഉരുള വേണം ഒരെണ്ണത്തിന്. സാധാരണ ഒരെണ്ണം വെച്ച് സാധാരണ ചെയ്യാറുണ്ട് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചെയ്യുമ്പോൾ. അത് ഒരെണ്ണം കുറച്ച് പരത്തിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെക്കും. എന്നിട്ട് പിന്നെ മടക്കി കൊടുത്തിട്ട് മറച്ചിട്ടിട്ട് പരത്തുക ചെയ്യുക. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഫില്ലിങ് എല്ലാ ഭാഗത്തും എത്താത്ത പോലെ തോന്നാറുണ്ട്. അപ്പം നമ്മളെല്ലാ സൈഡിലും ഫില്ലിങ് ഒരുപോലെ എത്തുന്ന രീതിയിൽ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി പരത്താം. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് കുറച്ച് വലിപ്പത്തിലൊക്കെ പരത്തിയെടുക്കാനൊക്കെ സിമ്പിളാണ്. നമുക്കിതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും സൈസിൽ നമ്മൾ ഫില്ലിംഗ് വെക്കണം. ഒരു സ്പൂണോ കൈകൊണ്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഫില്ലിംഗ് വെക്കണം. ഞാൻ ആദ്യം ആലു പൊറാത്ത കഴിച്ചിട്ടുള്ളത് ചണ്ഡീഗഡിൽ നിന്നാണ്. ഞങ്ങൾ ഒരു ഡൽഹി ട്രിപ്പിൽ ഒരു ദിവസം രാവിലെ ഹോട്ടലിലേക്ക് കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള ആലു പൊറാത്തയായിരുന്നു. പിന്നെ ആണ് വീട്ടിൽ വന്ന് അതിൻ്റെ ആ ടേസ്റ്റ് കാരണം കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ മേത്തി ലീവ്സും കൂടി ചേരുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ നമുക്കിനി
അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കാം ഫില്ലിങ്ങിൻ്റെ മേലെ. ഇനി ഇത് നന്നായി ഒട്ടിച്ചെടുക്കണം, എല്ലാ സൈഡും നന്നായി ഒട്ടിച്ചെടുക്കണം. പിന്നെ നമുക്കൊരു കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചുറ്റും കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, ഈ പിസ്സ കട്ടറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കത്തിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചുറ്റിലും നന്നായിട്ട് മുറിച്ചെടുക്കുക. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയുടെ ഇടയിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഓയിലൊക്കെ കയറി അത് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ അരികൊക്കെ നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ മേത്തി പൊറോട്ട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. പൊറോട്ട ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മിൽമ നെയ്യൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിട്ട് കൊടുക്കാം. നമ്മൾ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബട്ടർ കരിഞ്ഞു പോവാതെ നോക്കണം. പാൻ ഓവർ ചൂടാക്കിയിട്ട് ബട്ടർ ഇടരുത്. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി ചൂടാവുന്ന സമയത്താണ് നമ്മളിത് മറിച്ചിടേണ്ടത്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് മേലെ കുറച്ച് ബട്ടറിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓയിലിലും ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഓയിലിൽ ചുട്ടെടുക്കുന്നവരാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. നെയ്യാണെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഡാൽഡ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുമ്പം ബട്ടർ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നന്നായി വേവിച്ചു. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിതുപോലെ ബാക്കി പരത്തി വെച്ചതും കൂടി ചുട്ടെടുക്കാം. നമ്മുടെ പൊറോട്ട, മേത്തി പൊറോട്ട, ഹെൽത്തി ആൻഡ് ടേസ്റ്റി മേത്തി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.